CPM MLA മട്ടന്നൂരിൽ നിന്ന് വന്നപ്പോ ആരെങ്കിലും കരയുന്നത് നിങ്ങൾ കണ്ട? ആരെങ്കിലും ഒരാൾ കരയുന്ന കണ്ടില്ല. പക്ഷെ ഷാഫി പറമ്പിൽ വന്നപ്പോ പാലക്കാട് മുഴുവൻ ആളുകളും കരഞ്ഞു. എന്താ കാര്യം എന്നറിയാവോ? വിസിറ്റ് വിസയ്ക്ക് പോകുമ്പോ ആരും കരയില്ല, പക്ഷെ പെർമനന്റ് വിസയ്ക്ക് പോകുമ്പോ എല്ലാരും കരയും. അപ്പോ ടീച്ചർ ഇവിടെ വന്നത് വിസിറ്റ് വിസയ്ക്കാണ്, ഷാഫി പറമ്പിൽ വന്നത് പെർമനന്റ് വിസയ്ക്കാണ്. ആ വ്യത്യാസം കൊണ്ടാണ് രണ്ടാളുകൾ കരയാഞ്ഞത്, അല്ലാതെ വേറെ വലിയ കാര്യമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, വലിയ കാര്യമൊന്നുമില്ല. നമ്മള് റേഷൻ കടയിൽ പോയാൽ അരിയില്ല, സപ്ലൈകോയിൽ പോയാൽ സബ്സിഡി ഐറ്റംസ് ഇല്ല. പിന്നെ ഇതെല്ലാം വിശപ്പൊക്കെ സഹിക്കാം, ഇച്ചിരി വെള്ളം കുടിക്കാന്ന് വെച്ചാൽ വെള്ളക്കരം കൂട്ടി, എന്നാ വെച്ചാൽ വെട്ടത്തിരിക്കാന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി. ഇതെല്ലാം പറയാൻ ക്ലിഫ് ഹൗസിൽ പോകുന്ന പറഞ്ഞാൽ മുഖ്യമന്ത്രിയില്ല, മരപ്പെട്ടി എവിടെയുള്ളൂ. ഇതെല്ലാം എടുത്തിട്ട് നാട് വിട്ടങ്ങ് കാട്ടി പോകാം. കാരണം നാട്ടിലിറങ്ങുന്നവര് പുലി, കടുവ, ആന, പിണറായി വിജയൻ സകല സാധനവും നാട്ടിലുണ്ട്. എന്നാ പിന്നെ കാട്ടി പോവാന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ത്രിപുരയിലെയും ബംഗാളിലെയും സഹാക്കന്മാർ വിളിക്കാൻ വന്നിരിക്കുകയാണ്, അവിടെ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രസക്തമാകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ TP ചന്ദ്രശേഖരന് കൊണ്ട ഓരോ വെട്ടിനും, ഒന്നിച്ചല്ല, ഓരോ വെട്ടിനും നമ്മൾ എണ്ണി 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 കണക്ക് ചോദിച്ചിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ്. MP രാജേഷ് ചില ആശങ്ക പറഞ്ഞു. MP രാജേഷോട് പറയാനായിട്ടുള്ളത്, ഇത് വടകരയിലെ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയ കൺവെൻഷൻ അല്ല, ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷനാണ്. കാരണം ഷാഫി പറമ്പിൽ ഇനി MLA ആയി പാലക്കാട്ടേക്ക് പോവില്ല. ഇനി ആ പാലക്കാട് ബൈ ഇലക്ഷൻ, കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അവിടെ എല്ലാ ദിവസവും ഉണ്ടായിരുന്ന ആള് ഉറപ്പിച്ചു പറയുന്നു, പാലക്കാട് ബൈ ഇലക്ഷനിൽ ഷാഫി പറമ്പിലെ കഴിഞ്ഞ തവണ മെട്രോമാനെ പൊട്ടിച്ചതിനേക്കാൾ 5 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തന്നെ പാലക്കാട്ട് ജയിക്കും. അപ്പൊ ആ ആശങ്കയും MP രാജേഷിന് വേണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും നമ്മൾ വീട് കയറാൻ പോകേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വടകര പാർലമെന്റിലെ മുഴുവൻ വോട്ടർമാരും നമ്മുടെ മുന്നിൽ തന്നെ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഒറ്റ കാര്യമേ പറയാനുള്ളൂ, വ്യക്തിപരമായി കൂടി പറയുക, കരളാണ് പറിച്ച് നിങ്ങൾക്ക് തരുന്നത്, പൊന്നുപോലെ നോക്കിക്കോണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ആകെയുള്ളൊരു പ്രയാസം, മറ്റേത് ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പാലക്കാട് പോകും, എളുപ്പമായിരുന്നു, 3 മണിക്കൂറത്തെ കാര്യമുള്ളൂ. ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചങ്ങാതിയെ കാണണമെങ്കിൽ 5-6 മണിക്കൂർ യാത്ര ചെയ്താലേ എനിക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ള വ്യക്തിപരമായ വിഷമം കൂടി പങ്കുവെച്ച് ഞങ്ങളുടെ ഷാഫിക്കയെ നിങ്ങൾ വടകരക്കാർക്ക്, ഇന്നലെ വരെ അദ്ദേഹം ഇവിടുത്തെ പുതിയാപ്പിളയാണെങ്കിൽ ഇനി മുതൽ വടകരക്കാരുടെ മകനായി ഷാഫി പറമ്പിൽ അങ്ങ് തരികയാണ്. ഈ വടകര നമ്മൾ പിടിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് UDF.